2022 IPL മെഗാ ഓപ്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലഞ്ചിന് പിരിയുമ്പോൾ ചില പ്രധാന താരങ്ങളുടെ ബിഡുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രണ്ടാം ദിനം എല്ലാ ടീമുകളും സ്വന്തമാക്കിയ താരങ്ങൾ ആരൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ ലേലവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് സുഖകരമായിട്ടുണ്ട് എന്ന കാര്യം ഒന്ന് ചർച്ച ചെയ്യേണ്ടതായി തന്നെയുണ്ട്. ഏറ്റവും മികച്ച ഒരുപിടി താരങ്ങൾ തന്നെയായിരുന്നു ടീമിലുണ്ടായിരുന്നത്. എന്നാൽ മെഗാ ഓപ്ഷൻ എത്തിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുംബൈ ഇന്ത്യൻസ് ടീമിനെയാണ് എന്ന് നിസ്സംശയം പറയുവാനായി സാധിക്കും. മെഗാ ലേലത്തിന് മുൻപ് രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് നിലനിർത്തിയിരുന്നത്. ലേലത്തിലൂടെ ഇഷാൻ കിഷനെ വമ്പൻ തുകയ്ക്കാണ് അവർ ടീമിലേക്ക് വീണ്ടും എത്തിച്ചത്. രണ്ടാം ദിനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകർ ആശങ്കയിൽ തന്നെയാണ്. കാരണം ബോളിംഗ് നിരയിലേക്ക് പ്രധാന താരങ്ങളെ എത്തിക്കുവാനായി മുംബൈക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ട്രെന്റ് ബോൾട്ടിനെയും മാക്രോ ജെൻസനെയും കഗിസോ റബാഡയും ഒന്നും വാങ്ങുവാനായി മുംബൈക്ക് കഴിഞ്ഞില്ല എന്നതും ആരാധകർക്ക് നിരാശ തന്നെയാണ് നൽകുന്നത്. നിലവിൽ ബേസിൽ തമ്പി, മുരുകൻ അശ്വിൻ എന്നിവരെ മാത്രമാണ് മുംബൈ ബോളർമാരായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ലേലത്തിന്റെ രണ്ടാം സെഷനിൽ ജയ്ദേവ് ഉനാഡ്കഡിനെയും മായങ്ക് മാർക്കണ്ടേയുമാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു ശക്തി കുറഞ്ഞ ബോളിംഗ് സ്ക്വാഡ് തന്നെയാണ് നിലവിൽ മുംബൈ ഇന്ത്യൻസിനുള്ളത്. മറുഭാഗത്ത് മലയാളി ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് എസ് ശ്രീശാന്തിന്റെ ലേലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കാണ്. ലഞ്ചിന് ശേഷം ശ്രീശാന്തിന്റെ പേര് പരിഗണിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. 50 ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ബേസ് പ്രൈസായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ശ്രീശാന്തിന് ഒരു അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ലേലത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിവരങ്ങൾ നമ്മൾ തൊട്ടുമുൻപ് ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഇന്നത്തെ പ്ലെയർ നമ്പർ 18 എത്തിയത് ഇഷാന്ത് ശർമ്മയായിരുന്നു. 1 കോടി ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു. ഇതിനുശേഷം എത്തിയ ഖലീൽ അഹമ്മദ് 50 ലക്ഷമായിരുന്നു ബേസ് പ്രൈസ് ഉണ്ടായിരുന്നത്. എന്നാൽ വാശിയേറിയ ബിഡിങ്ങിനൊടുവിൽ 5.25 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഖലീൽ അഹമ്മദിനെ സ്വന്തമാക്കിയത്. 50 ലക്ഷം ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന ശ്രീലങ്കൻ താരമായിരുന്ന ദുഷ്മന്റ ചമീര ലക്നൌ സൂപ്പർ ജയൻസിലേക്കാണ് 2 കോടി രൂപയ്ക്ക് എത്തിയത്. CSK ഫാസ്റ്റ് ബോളർ ലുങ്കി എൻഗിഡി അൺസോൾഡ് ആയതും ആരാധകരെ സംബന്ധിച്ച് ഒരു നിരാശ തന്നെയാണ് സമ്മാനിച്ചത്. 50 ലക്ഷം ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് താരം ചേതൻ സക്കറിയ 4.2 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഇത്തവണ സ്വന്തമാക്കിയത്. രാജസ്ഥാൻ റോയൽസും താരത്തിനു വേണ്ടി മികച്ച രീതിയിൽ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും 4.2 കോടി രൂപയ്ക്ക് ഡൽഹി അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. 50 ലക്ഷം ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന സന്ദീപ് ശർമ്മയെ പഞ്ചാബ് കിങ്സ് ആണ് വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നത്. RCB താരമായിരുന്ന നവദീപ് സൈനിയെ 2.6 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസും ഇന്ന് സ്വന്തമാക്കി. ജയ്ദേവ് ഉനാഡ്കഡിനെ 1.3 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ആണ് സ്വന്തമാക്കിയത്. അതേസമയം നഥാൻ കോൾട്ടർനെൽ, ഷെൽഡോൺ കോട്ടറൽ എന്നിവർ അൺസോൾഡായി മാറുകയായിരുന്നു. യുവ സ്പിന്നർ മായങ്ക് മാർക്കണ്ടെ 65 ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് സച്ചിൻ ബേബി അൺസോൾഡായി മാറുന്ന കാഴ്ചയും നാം കണ്ടിരുന്നു. പീയൂഷ് ചൗള, ഇഷ് സോദി, കരൺ ശർമ്മ എന്നീ പ്രമുഖ സ്പിന്നർമാരും അൺസോൾഡായി മാറുകയായിരുന്നു. റിങ്കു സിംഗിന് 55 ലക്ഷം രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മനൻ വോറയെ 20 ലക്ഷത്തിന് ലക്നൌ സൂപ്പർ ജയൻസും സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഓപ്ഷനിൽ ലഞ്ച് ബ്രേക്ക് വരെയുള്ള കാര്യങ്ങളിൽ നിന്നും പങ്കുവയ്ക്കുവാനായി ഉള്ളത്. അപ്പോൾ IPL മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.